2026 ഏപ്രിൽ 6 തിങ്കളാഴ്ചയാണ്. ഇന്നിപ്പോൾ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ 38ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ UAE ഉൾപ്പെടെ വിവിധ GCC രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ തുടരുന്നുണ്ട്. UAEയിലടക്കം മിസൈൽ ഇന്റർസെപ്ഷൻ അടക്കം കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാനുള്ള അപ്ഡേറ്റ്. ഇന്നിപ്പോൾ ഫുജൈറയിൽ ടെലികമ്മ്യൂണിക്കേഷന്റെ ഒരു കെട്ടിടത്തിന് നേർക്കൊരു ആക്രമണ ശ്രമം ഉണ്ടായി. അത് ഇന്റർസെപ്റ്റ് ചെയ്തു. അവശിഷ്ടങ്ങൾ വീണു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നത്. ആർക്കും പരിക്കില്ല എന്നും ഫുജൈറ മീഡിയ ഓഫീസ് അറിയിക്കുന്നുണ്ട്. മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബുദാബി ഐക്കാഡ് സിറ്റിയിലെ അവിടെ റനീൻ സിസ്റ്റംസ് കമ്പനിയിൽ ഇതുപോലെ മിസൈൽ അവശിഷ്ടങ്ങൾ വീണു. ഒരു ഖാന സ്വദേശിക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അബുദാബിയിലെ പെട്രോ കെമിക്കൽ കമ്പനി ആയിട്ടുള്ള ബൊറോഷ് പോളിമേഴ്സിൽ ഇതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ വീണ ഒരു സംഭവം ഉണ്ടായത്. കമ്പനിക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റിക്ക് ചില ഡാമേജുകൾ ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തീപിടുത്ത അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തു അധികൃതർ. അവശിഷ്ടങ്ങൾ വീണാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ആർക്കും പരിക്കും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലെ പ്രൊഡക്ഷൻ നടപടികളൊക്കെ നിർത്തിവെച്ചു എന്നാണ് അവർ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിലൂടെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് ഹെൽത്ത് മിനിസ്ട്രി അറിയിക്കുന്നത് നോർത്തേൺ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇതുപോലെ അവശിഷ്ടങ്ങൾ വീണ് 6 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഇതുപോലെയുള്ള ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണതെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം അടക്കം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളാണ്. US പ്രസിഡന്റ് ഇറാന് നൽകിയിരിക്കുന്ന പുതിയ അൾട്ടിമാറ്റം അത് ചൊവ്വാഴ്ച രാത്രിയിലാണ് അവസാനിക്കുന്നത്. ചൊവ്വാഴ്ച ഈസ്റ്റേൺ ടൈം ഏകദേശം ഒരു 8 മണിയോടുകൂടി, രാത്രി 8 മണിയോടുകൂടി ഈ അൾട്ടിമാറ്റം അവസാനിക്കും. അതിനു മുൻപ് ഈ ഹോർമൂസ് കടലെടുക്ക് തുറന്ന് നൽകിയില്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകളും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ആക്രമിച്ച് തകർക്കും എന്നുള്ള ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപ് മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ പ്രതികരണവും തൊട്ടടുത്ത നിമിഷം വന്നിരിക്കുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ഡാമേജ്, നഷ്ടപരിഹാരം തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു തന്നെ കിടക്കും എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അതുപോലെ തന്നെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ് കോൺഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രസ് കോൺഫറൻസിൽ എന്താണ് ട്രംപ് പറയുന്നത് എന്നറിയാനാണ് ലോകം ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതിനിടെ ഈ പാകിസ്ഥാനും തുർക്കിയും ഈജിപ്തും ഒക്കെ ചേർന്ന് ഒരു 45 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കരട് പ്രൊപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്കും ഇറാനും. ഇരു രാജ്യങ്ങളും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അത് സമ്മതമാണോ അല്ലയോ എന്നുള്ള ഒരു കാര്യത്തിലൊന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷെ അവരിങ്ങനെ ഒരു ഡീല് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്യണം എന്നാണ് പാകിസ്ഥാൻ അടക്കം രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനും ലബനോനും ഒക്കെ കേന്ദ്രമാക്കി ഇസ്രയേൽ അമേരിക്കൻ സേന നിലവിൽ ആക്രമണമൊക്കെ നടത്തുന്നുണ്ട്. ഇതിനിടെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. എണ്ണ വിലയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നമ്മളെയൊക്കെ വളരെ കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്ന സാഹചര്യമാണ്. ബാരലിന് $114 എണ്ണവില ഉയർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ശ്രീലങ്കയിൽ LPGയുടെ വില 23% കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് 8% അവർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ തുടർന്ന് കൂട്ടിയത്. അതാണ് വീണ്ടും 23% കൂടി അവര് കൂട്ടിയിരിക്കുന്നത്. അപ്പം ആകാംക്ഷയോടുകൂടിയാണ് എണ്ണ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതെന്നാണ് ശ്രീലങ്കയുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു ഇന്ത്യൻ കപ്പൽ കൂടി കടന്നുപോയി എന്നുള്ള ഒരു കാര്യം ഇന്ത്യ അറിയിക്കുന്നുണ്ട്. LPGയുമായി ഗ്രീൻ ആഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലാണ് സുരക്ഷിതമായി കടന്നിരിക്കുന്നത്. ഫെബ്രുവരി 28 ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന 8ാമത്തെ ഇന്ത്യൻ കപ്പലാണ് ഗ്രീൻ ആഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമുഖ UAE ഡിപ്ലോമാറ്റും UAE പ്രസിഡന്റിന്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറുമായിട്ടുള്ള അൻവർ ഗർഗാഷ് വളരെ കൃത്യമായിട്ടുള്ള UAEയുടെ നിലപാടുകൾ അറിയിക്കുന്നുണ്ട്. UAEക്ക് മേഖലയിൽ യുദ്ധം വേണമെന്നുള്ള ഒരു ആഗ്രഹവുമില്ല. എത്രയും പെട്ടെന്ന് ഇത് ശാന്തമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഭീഷണികൾ അവസാനിപ്പിക്കാതെ ഒരു ഡീലിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നാണ് അൻവർ ഗർഗാഷ് പറയുന്നത്. അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇറാന്റെ ആണവശേഷി, ഇറാന്റെ മിസൈൽ ശേഷി, ഇക്കാര്യത്തിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് കഴിയണം എന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല ഏത് കരാറിലും ഹോർമൂസുമായി ബന്ധപ്പെട്ട കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാവണം.
ഹോർമൂസിനെ ആയുധമാക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കരുത് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട UAE-യുടെ നിലപാടുകളും അൻവർ ഗർഗാഷ് വ്യക്തമാക്കിയിരിക്കുന്നതും ഇന്ന് വളരെ പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും 38-ാം ദിവസം കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് ആകാംക്ഷയോടെ തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്.